ദേശാഭിമാനി മുഖപ്രസംഗം 2024 മെയ് 11. ജനസംഖ്യയും അജ്മീറും മോദിയുടെ പുതിയ ആയുധങ്ങൾ. നരേന്ദ്രമോദി മൂന്നാം വട്ടവും പ്രധാനമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞാൽ ഉത്തർപ്രദേശിലെ അക്ബർപൂരിന്റെ പേര് മാറ്റുമെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പ്രഖ്യാപിച്ചത് കഴിഞ്ഞ ദിവസമാണ്. കൊളോണിയലിസത്തിന്റെ എല്ലാ ചിഹ്നങ്ങളും പ്രതീകങ്ങളും എന്നേക്കുമായി തുടച്ചു കളയണമെന്നും നമ്മുടെ മികച്ച പൈതൃകങ്ങളെ ആഴത്തിൽ മാനിക്കണമെന്നും അക്ബർപൂർ പട്ടണത്തിന്റെ പേര് ഉച്ചരിക്കുമ്പോഴേ വായിൽ മോശം രുചിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അലിഗഡ്, അസംഗഡ്, ഷാജഹാൻപൂർ, ഗാസിയാബാദ്, ഫിറോസാബാദ്, ഫറൂഖാബാദ്, മൊറാദാബാദ് തുടങ്ങിയവയുടെ തലകൾക്കും കത്തികളും വാളുകളും ചുഴറ്റാനും അതിശക്തമായ ആലോചനയുണ്ട്. ഫിറോസാബാദ് ചന്ദ്രനഗർ എന്നും മെയിൻപുരി മായാപുരി എന്നും മാറ്റാനും നിർദ്ദേശം ഉയർന്നു കഴിഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അമിത്ഷാ, യോഗി ആദിത്യനാഥ് തുടങ്ങിയവർ അഴിച്ചുവിടുന്ന വിദ്വേഷ പ്രചരണത്തിനൊപ്പം കേന്ദ്ര സർക്കാർ അനുബന്ധ ഘടകങ്ങളെയും ശൃംഖലകളെയും സംവിധാനങ്ങളെയും കാവിപ്പട ദുരുപയോഗിക്കുകയാണ്. ആ അർത്ഥത്തിൽ മുസ്ലിം ജനസംഖ്യയെ മുൻനിർത്തിയുള്ള നിരുത്തരവാദപരമായ വ്യാജ കണക്കുകൾ അവസാനത്തേതാകാൻ ഇടയില്ല. 1950-2015 കാലയളവിൽ ഇന്ത്യയിൽ ഹിന്ദു ജനസംഖ്യ 7.8% കുറഞ്ഞെന്നും മുസ്ലിങ്ങളുടേത് 43.15, ക്രിസ്ത്യാനികളുടേത് 5.38, സിഖുകാരുടേത് 6.58% എന്നിങ്ങനെയുള്ള കണക്കിൽ വർദ്ധിച്ചെന്നുമാണ് പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശ സമിതി റിപ്പോർട്ട്. അതിൽ പ്രത്യേക ഊന്നൽ നൽകി പ്രശ്നം ആളിക്കത്തിക്കാനും ന്യൂനപക്ഷ വിരുദ്ധത അമർത്തിപ്പറയാനുമാണ് ശ്രമം. ജനസംഖ്യയും മതപശ്ചാത്തലവും പരസ്പര ബന്ധമില്ലെന്നാണ് പല വിദഗ്ധ പഠനങ്ങളും ഔദ്യോഗിക സ്ഥിതിവിവര കണക്കുകളും സംശയരഹിതമായി തെളിയിച്ചത്. എല്ലാ മതങ്ങളിലും പ്രത്യുൽപാദന തോത് ഇടിയുകയാണെന്നതാണ് സമീപ പതിറ്റാണ്ടുകളിലെ പ്രവണത. അത് ഏറ്റവും കുറവ് മുസ്ലിങ്ങളിലുമാണെന്ന് കാണാം. 1981 തൊട്ട് 1 ദശാബ്ദം വളർച്ചാ തോതിൽ കാര്യമായ കുറവുണ്ടായി. 2001-11 അത് പ്രകടം. 2005-6 മുതൽ 2020-21 വരെ മുസ്ലിങ്ങളുടേത് 1% കുറഞ്ഞപ്പോൾ ഹിന്ദുക്കളുടേത് 0.7% മാത്രമാണ് കുറഞ്ഞത്. എന്നാൽ പല ഭാഗങ്ങളിൽ നിന്ന് ഗൗരവതരങ്ങളായ പരാതികൾ പുറകുവച്ചിട്ടും നരേന്ദ്രമോദിയും BJP നേതാക്കളും തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലികളിലും പൊതുയോഗങ്ങളിലും കലാപാഹ്വാന സമാനമായി നടത്തിയ വിദ്വേഷ പ്രസംഗങ്ങൾ ആവർത്തിച്ചിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്ധതയും ബധിരതയും നടിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് അവയ്ക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ സമർപ്പിക്കപ്പെട്ട ഹർജി ശ്രദ്ധേയമാകുന്നത്. മോദിയും കേന്ദ്രമന്ത്രി അനുരാഗ് താക്കൂർ അടക്കമുള്ള സംഘപരിവാർ നേതാക്കളും വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തി ജനങ്ങൾക്കിടയിൽ ശത്രുത മുളപ്പിക്കുന്നെന്ന് അടിവരയിട്ട് മുൻ IAS ഉദ്യോഗസ്ഥൻ EAS ശർമ്മ, ബംഗളൂരു IMM മുൻ ഡീൻ ത്രിലോചൻ ശാസ്ത്രി എന്നിവർ ഹർജി നൽകി. ഭരണാധികാരികളുടെ ഹീനമായ നീക്കങ്ങൾക്ക് നേരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ണു ചിമ്മുകയാണെന്നും ഇരുവരും പരാതിപ്പെട്ടു. മനുഷ്യനിർമ്മിതം ആയവയിലെല്ലാം അവകാശവാദം ഉന്നയിക്കുകയും പതുക്കെ സ്വന്തമാക്കുകയും ചെയ്യുന്നത് ഫാസിസ്റ്റ് സ്വഭാവമുള്ള പ്രസ്ഥാനങ്ങളുടെയും ഭരണ നേതൃത്വങ്ങളുടെയും ലക്ഷ്യമാണ്. അയോധ്യയ്ക്കും മധുരയ്ക്കും കാശിക്കും പിന്നാലെ അജ്മീറിലെ മസ്ജിദും ലക്ഷ്യമാക്കി അപകടകരമായ വെല്ലുവിളി നീക്കവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സംഘപരിവാർ സംഘടനകൾ. അധായി ദീൻഗ ജോൻപ്രാപ്പള്ളി സ്ഥിതി ചെയ്യുന്നിടത്ത് മുമ്പ് ജൈനക്ഷേത്രങ്ങളും സംസ്കൃത വിദ്യാലയവും നിലനിന്നിരുന്നുവെന്നാണ് പുതിയ അവകാശവാദം. വിശ്വ ഹിന്ദു പരിഷത്ത് നേതാക്കളും സുനിൽ സാഗർ മഹാരാജിന്റെ നേതൃത്വത്തിലുള്ള ജൈന സന്യാസിമാരും ചൊവ്വാഴ്ച പള്ളി സന്ദർശിക്കുകയുണ്ടായി. തീർത്ഥങ്കന്മാരുടെയും മറ്റും വിഗ്രഹങ്ങൾ പള്ളിയുടെ സമീപ പ്രദേശങ്ങൾ കണ്ടെത്തിയതായി അവർ വിശദീകരിച്ചു. തുടർന്ന് ക്ഷേത്രവും സംസ്കൃത വിദ്യാലയവും അതേ സ്ഥലത്ത് പുനർനിർമ്മിക്കണമെന്ന് BJP നേതാക്കൾ ആവശ്യപ്പെട്ടു. പുതുതായി ഉന്നയിച്ച തർക്കം അനുസരിച്ച് സ്കൂളിന് മുമ്പാണത്രേ അവിടെ ജൈനക്ഷേത്രം ഉണ്ടായിരുന്നത്. രാജ്യത്തെ വർഗീയമായും മതപരമായും ചേരിതിരിക്കലാണ് ഇതിൻ്റെയൊക്കെ ലക്ഷ്യം.